നമസ്കാരം. ഇന്ന് ഗ്രീൻ പീസ് വടയുടെ റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നമ്മുടെ പരിപ്പ് വട പോലെയൊക്കെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള വടയാണ് ഗ്രീൻ പീസ് വടയും. എനിക്ക് പരിപ്പ് വടയേക്കാളും കൂടുതൽ ഇഷ്ടം ഈ ഗ്രീൻ പീസ് വടയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനും കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് വട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വട തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് കുതിർത്ത് വയ്ക്കണം. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് കുതിർത്ത് വയ്ക്കാം. ഇപ്പോൾ നിങ്ങൾ രാവിലെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ രാത്രി തന്നെ കുതിർത്ത് വെക്കുക. ഇതിപ്പോൾ ഞങ്ങൾ വൈകുന്നേരം തയ്യാറാക്കുന്നത് കൊണ്ട് ഇപ്പോൾ രാവിലെയാണ് കുതിർത്ത് വയ്ക്കുന്നത്. ഒരു 6-7 മണിക്കൂർ കുതിർന്നാൽ മതിയാകും. ഇപ്പോൾ വടയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, കറിവേപ്പിലയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചി കൂടി ഇതിലേക്ക് ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകും അതിൽ മുഴുവൻ പച്ചമുളകും ചേർക്കുന്നില്ല, ഇത്തിരി പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പാടില്ല, ഇത്തിരി തരി പോലെ അങ്ങനെ ഉണ്ടാകുന്ന രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് ഇത്തിരി പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നാണെങ്കിൽ ഇത് ഒഴിവാക്കാം, നല്ല ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളക്, അതുപോലെ കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം കൂടെ ചേർത്തിട്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ വടക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ നമ്മുടെ പരിപ്പൊടിയൊക്കെ ചെയ്യുന്ന പോലെ ആ ഒരു പരുവത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ വടക്കുള്ള മാവ് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും നമ്മൾ വട ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഉരുട്ടി ഓരോ ഉണ്ടകളായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എണ്ണയിലേക്ക് എടുത്തിടാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമുക്കിതുപോലെ മുഴുവനായിട്ടും ഉരുട്ടി എടുത്ത് വയ്ക്കാം. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ടും ഇതുപോലെ ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇനി നമുക്കിത് വടയുടെ ഷേപ്പിലേക്ക് മാറ്റിയിട്ട് എണ്ണയിലേക്ക് ഇടാം. അപ്പോൾ ഇതുപോലെ ഇത്തിരി വെള്ളം ഇവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇത്തിരി വെള്ളം നനച്ചിട്ട് വട ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കില്ല. ഇതുപോലെ കയ്യിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വടയുടെ ഷേപ്പിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു സൈഡ് നന്നായിട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. ഇതാ 2 സൈഡും നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വന്ന് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് വട റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വൈകുന്നേരത്തെ ചായയുടെ കൂടെ ഉള്ളൊരു നല്ല കോമ്പിനേഷനാണ് നമ്മുടെ ഈ ഗ്രീൻ പീസ് വട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. താങ്ക്